ഹലോ. അപ്പോൾ കുറേ നാളായി ഞാനൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ 1-2 പേര് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പാർട്ട്ണറുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും വിസയൊക്കെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനോർത്ത് എന്നാൽ പിന്നെ അതൊരു വീഡിയോ ചെയ്യാം. കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ട് പിന്നെ വീഡിയോസൊക്കെ ഇപ്പോൾ അങ്ങനെ ഇടാറില്ലായിരുന്നു. അപ്പോൾ ഇനി ബാക്ക് ടു വീഡിയോസിലേക്ക് വരാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോ ആണേ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് UKV ലോഗിൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുവേ. അപ്പോൾ നമുക്ക് ആ പേജിലേക്ക് പോവാം. അപ്ഡേറ്റ് യുവർ UK വിസ ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു പേജ് ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിനകത്ത് നമ്മുടെ സെർച്ചിൽ പോവാം. അപ്പോൾ നമ്മൾ സെർച്ചിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ പേജിൽ നമുക്ക് സ്കിൽഡ് വർക്കർ വിസ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ഞാൻ NHSൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്തതും പാർട്ട്ണറുടെയും പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്തതുമാണേ അറിയാമുള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. വേറെ ഫീൽഡിൽ അവർ വർക്ക് ചെയ്യുന്നവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സ്കിൽഡ് വർക്കർ വിസ എന്ന് ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ സ്കിൽഡ് വർക്കർ വിസ എന്നുള്ള അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. സ്കിൽഡ് വർക്കർ വിസ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ യുവർ പാർട്ട്ണർ ആൻഡ് ചിൽഡ്രൻ കുറേ ഓപ്ഷൻസ് വരും കേട്ടോ. അതിനകത്ത് യുവർ പാർട്ട്ണർ ആൻഡ് ചിൽഡ്രൻ എന്ന് കാണുന്നുണ്ടോ? അതിൽ തന്നെ എക്സ്റ്റെൻഡ് യുവർ വിസയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വിസയാണ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ പാർട്ട്ണറുടെയും ചിൽഡ്രനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ യുവർ പാർട്ട്ണർ ആൻഡ് ചിൽഡ്രൻ എന്നുള്ളത് ആ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് പോകാം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഔട്ട്സൈഡ് UKയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇൻസൈഡ് UKയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പാർട്ട്ണറും കുട്ടികളും എവിടെയാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ UKയിലുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസൈഡ് ദ UK ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നേരെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. പിന്നത്തെ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര രൂപ വരും, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ശരിക്കും സിമ്പിളാണ് അത്. ഇത് കണ്ട് ഔട്ട്സൈഡ് UK ഉണ്ട്. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടേ. അപ്പോൾ നമുക്ക് ഇൻസൈഡ് UK ആണെങ്കിൽ അപ്പോൾ നമ്മൾ അപ്ലൈ ഫ്രം ഇൻസൈഡ് ദ UK എക്സ്റ്റെൻഡ് ഓർ സ്വിച്ച് ദെയർ വിസ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് പോയിട്ട് അവിടെ ഒരു ലിങ്ക് വരുന്നുണ്ട്, ഹൗ ടു അപ്ലൈ വരുന്നുണ്ട്. ദ ആപ്ലിക്കേഷൻ ഫോം വിൽ ടെൽ യു ക്യാൻ ഇൻക്ലൂഡ് യുവർ പാർട്ട്ണർ ആൻഡ് ചിൽഡ്രൻ ഇൻ യുവർ ആപ്ലിക്കേഷൻ ഓർ വെദർ ദേ നീഡ് ടു അപ്ലൈ സെപ്പറേറ്റ്ലി എന്ന്. അത് നമുക്ക് ചെയ്യട്ടെ, നമ്മുടെ കൂടെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്തു. അത് ആപ്ലിക്കേഷൻ സക്സസ് ആയി അതിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്ലൈ ചെയ്തത്. ഹസ്ബൻഡിൻ്റെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മക്കളുടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് അപ്ലൈ ഓൺലൈൻ ആസ് യുവർ പാർട്ട്ണർ ഇൻസൈഡ് ദ UK നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ ഇനി ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ കുറേ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ലാസ്റ്റ് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിച്ചു നോക്കി ആൻസർ ചെയ്താൽ മതി. ലാസ്റ്റ് പേയ്മെൻറ്റ് വരും. ഒരാൾക്ക് 284 പൗണ്ടായിരുന്നു നമ്മൾ പേ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന് ഒരു 3-4 ദിവസം എടുത്തു. ചിലവർക്ക് 2 ദിവസം എടുക്കുന്നുള്ളൂ. ഡിപ്പെൻസ് അപ്പോൺ അവരുടെ എങ്ങനെയാണോ തിരക്കനുസരിച്ചോ അല്ലെങ്കിൽ അതുപോലെ ഇരിക്കും. ഇപ്പോൾ വീക്കെൻഡിലാണെങ്കിൽ പിന്നെ ഒരു 2-3 ഡേയ്സും കൂടെ എക്സ്ട്രാ എടുക്കുമായിരിക്കും. പക്ഷെ വിതിൻ 1 വീക്കിനുള്ളിൽ തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു വിസ. അപ്പോൾ അത് സിമ്പിളാണ്. അപ്പോൾ ഇതിനി ആൻസർ ചെയ്ത് പോയാൽ മതി.
ലാസ്റ്റ് ആ ഫോം സബ്മിറ്റ് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആൻസർ ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് അവരൊരു യുണീക്ക് നമ്പർ ചോദിക്കും കേട്ടോ. അത് നമ്മൾക്ക് ഇമെയിലിൽ വന്നിട്ടുണ്ടാവും UKVയുടെ സൈറ്റിൽ നിന്ന്, എന്ന് വെച്ചാൽ UK ഹോം വിസയുടെ സൈറ്റിൽ നിന്ന് നമുക്കൊരു നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതിനകത്തൊരു നമ്പർ ഉണ്ടാവും. ആ സെയിം നമ്പറാണ് ഇവരുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവരിതിൽ ചോദിക്കുന്ന മിക്ക കാര്യങ്ങളും നമ്മുടെ COSൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് COS നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഓൾറെഡി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് COS നമ്പർ, കാര്യങ്ങൾ, സ്റ്റാർട്ട് ഡേറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ചോദിക്കുന്നത് മിക്കതും ആ COSനകത്തുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പോൾ ഞാനിത് കുറച്ചിങ്ങനെ ഒരു ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലായതുകൊണ്ട് ഇംഗ്ലണ്ട് കൊടുത്തു. പിന്നെ എന്തെങ്കിലും പാസ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ, നോ ആൻസർ ചെയ്തു. പിന്നെ യു ഹാവ് ബയോമെട്രിക് റെസിഡൻസ് അതുണ്ട്, പക്ഷെ അത് നമുക്ക് 31st ഇതുവരെ അല്ലായിരുന്നു ഹാസ് യു ബയോമെട്രിക്. അപ്പോൾ എക്സ്പയർഡ് ആയി ഓൾറെഡി, അപ്പോൾ അത് എക്സ്പയർ ആയെന്ന് കൊടുത്തു. പിന്നെ ലെസ് ദാൻ 18 months, അപ്പോൾ അതങ്ങനെ കൊടുത്തു. പിന്നെ നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യം കൊടുത്തു. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ആൻസർ ചെയ്യാം കേട്ടോ. ഈ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ, അപ്പോൾ ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ ഏതാണെങ്കിലും നമ്മുടെ ഫോണിൽ UKVയുടെ ഒരു ആപ്പുണ്ട്, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം. എനിക്ക് തോന്നുന്നു ഒരു ഇതെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് കാണും. മറ്റേ നമ്മൾ വിസ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ UKVയുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് സൈൻ ഇൻ ചെയ്യണം. അതിനകത്ത് നമുക്ക് ഓൾറെഡി ഒരു നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് തന്നെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തകത്ത് ബാക്കി 1-2 ഫോട്ടോസൊക്കെ അതിനകത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയി അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവർ പറയുന്ന പോലെ ആ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. സിമ്പിളാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.